ശ്രമിച്ചത്. ഇതിനായി ഡ്രോണുകളും ഇസ്രായേൽ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെയും ഉൾപ്പെടുത്തി വിപുലമായ പരിശോധനകളാണ് നടത്തിയത്. ഗാസയുടെ വിവിധ ഭാഗങ്ങളിലായി നിരവധി ഭൂഗർഭ തുരങ്കങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുകയും ചെയ്തു. ഗാസയിലാകെ വ്യാപിച്ചു കിടക്കുന്ന കിലോമീറ്ററുകൾ നീളമുള്ള തുരങ്ക ശൃംഖലയായിരുന്നു ഇസ്രായേൽ സൈന്യത്തെ ചെറുത്തു നിൽക്കാൻ ഹമാസിൻ്റെ പ്രധാന പിടിവള്ളി. ഗാസയിലെ ഭൂഗർഭ തുരങ്കങ്ങളുടെ നീളം ഏതാണ്ട് 300 മൈലുകളോളം വരുമെന്നാണ് ഹമാസിൻ്റെ അവകാശവാദം. പതിറ്റാണ്ടുകളുടെ അധ്വാനത്തിലൂടെയാണ് അവർ ഈ ഭൂഗർഭ തുരങ്ക ശൃംഖലയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഭൂഗർഭ തുരങ്കങ്ങളിൽ ഏറിയ പങ്കും ജനവാസ മേഖലകളുടെ അടിയിലാണെന്നും റിപ്പോർട്ടുകൾ വന്നു. തുരങ്ക ശൃംഖലകളുടെ ഭാഗമായി നിർമ്മിക്കുന്ന ചേംബറുകളിലാണ് ഹമാസ് സംഘം ഒളിവിൽ കഴിഞ്ഞത്. ഇസ്രായേൽ ബന്ദികളെ പാർപ്പിച്ചിരുന്നതും ഇവിടെ തന്നെ. ആയുധങ്ങളും ഭക്ഷണവും കുടിവെള്ളവും ഉൾപ്പെടെ വൻതോതിൽ സംഭരിച്ചിരുന്നതും ഈ തുരങ്കങ്ങളിലാണെന്നും റിപ്പോർട്ടുകൾ വന്നു. ഭൂനിരപ്പിൽ നിന്ന് 80 മീറ്റർ താഴെ വരെ നീളുന്ന തുരങ്കങ്ങളുണ്ടെന്നാണ് വിവരം. തുരങ്കത്തിനുള്ളിൽ 1.8 മീറ്റർ വരെ ഉയരമുണ്ട്. ഈ തുരങ്കങ്ങൾ ഗാസയിലെ പ്രധാന ആശുപത്രികൾ, സ്കൂളുകൾ തുടങ്ങിയവയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതിനിടെ ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ ലക്ഷ്യം ഹമാസിൻ്റെ തുരങ്കങ്ങൾ നശിപ്പിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. 60% തുരങ്കങ്ങളും ഇപ്പോഴും ശക്തമാണെന്നാണ് പ്രതിരോധ മന്ത്രി പറയുന്നത്. ഹമാസിൻ്റെ ഭീകര തുരങ്കങ്ങൾ നശിപ്പിച്ച് ഗാസയെ സൈനികവൽക്കരിക്കുക, ഹമാസിനെ നിരായുധീകരിക്കുക എന്നിവ ഗാസയിൽ വിജയം നേടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ ലക്ഷ്യമാണ് കാറ്റ്സ് പ്രസ്താവനയിൽ പറയുന്നു. ഏറ്റവും അടിയന്തരമായ ദൗത്യം തീർച്ചയായും എല്ലാ ബന്ദികളെയും രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരികയാണ്. ഈ പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കാൻ ഞങ്ങളെല്ലാം ചെയ്യും, കാറ്റ്സ് പറഞ്ഞു. ഗാസയിലെ ഹമാസിനെതിരെ IDF സൈനികർ നേടിയ മഹത്തായ വിജയം സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രധാന ദൗത്യം തുരങ്കങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുകയാണ്. തുരങ്കങ്ങളിൽ 60% ഇപ്പോഴും നിലവിലുണ്ട്. അതിനൊപ്പം ഹമാസിൻ്റെ ആയുധങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു, കാറ്റ്സ് പറയുന്നു. യുദ്ധസമയത്ത് പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഹമാസിൻ്റെ തുരങ്കങ്ങളിലും കമാൻഡ് സെൻറ്ററുകളായോ ആയുധ നിർമ്മാണത്തിനോ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളിലുമാണ്. അവയിൽ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടു, കാറ്റ്സ് അവകാശപ്പെട്ടു. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള സ്ട്രിപ്പിലെ പ്രദേശങ്ങളിൽ പ്രധാനമായും ചെയ്യേണ്ടത് തുരങ്കങ്ങൾ നശിപ്പിക്കുകയാണെന്ന് IDFനോട് നിർദ്ദേശിച്ചതായി കാറ്റ്സ് പറയുന്നു.